എന്താ അമ്മ കിടക്കുന്നേ? ഏ അമ്മ ലെറ്റി പറയ എന്താ കാര്യം വരുമ്പോ അമ്മ എന്താ കാര്യം വരുമ്പോ ഒന്നുമില്ലടാ. എന്തിനാ കരിയുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലടാ. കാര്യം പറയ്. ഒന്നുമില്ല. ഞാനിവിടെ ഇങ്ങനെ കുത്തിന്ന് ഓരോന്നാലോചിച്ച് പോയി. ഒന്നുമില്ല. എന്താ ആലോചിച്ച്? അല്ല, നമുക്ക് എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോഴെങ്കിൽ നമ്മുടെ വീട്ടിൽ മൂത്തമാരും നമ്മുടെ നിങ്ങളെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവില്ലായിരുന്നു. പെരുന്നാൾ നമ്മൾ അവിടുന്ന് ഉഷാറാക്കി കഴിക്കൂലായിരുന്നു. അപ്പം അതൊക്കെ ആലോചിച്ചപ്പം ഒരു വിഷമം വന്നു. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലടാ. നമുക്ക് ആരാ വേണ്ടി? ഇപ്പൊ പറയും 2 ബംഗാൾ ഫ്രീയാ, ഇപ്പം എല്ലാവരെയും കിട്ടും. എല്ലാവരും കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്ന ഒരാളല്ലേ കിട്ടണ്ടേ? പണ്ടൊക്കെ ഉമ്മാൻ്റെ ചെറുപ്പത്തിൽ ഉമ്മ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പെരുന്നാൾ പൂനൂരാണല്ലോ ഉമ്മ ഉണ്ടാവുക. പപ്പ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പാട്ടോ. പൂനൂർ അവിടെ ഉണ്ടാവും. അപ്പോൾ നോമ്പ് 29 30 ഉള്ളതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമല്ലോ. നോമ്പ് 29 തീയതി പിറ്റേന്ന് പെരുന്നാളാവുമോ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം നോമ്പ് 29 മതി, 30 തീയതി പെരുന്നാൾ എന്നുള്ള ആ കുഞ്ഞു സമയത്ത് കേട്ടോ. അപ്പോൾ ഞാനാകെ ആയിപ്പോയില്ലേ. എന്നിട്ട് നമുക്ക് മാസം കണ്ടു എന്ന് പറയുമ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു. നമ്മളെ വീട്ടിലേക്ക് വരുമായിരുന്നു എന്ന് വെച്ചാൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മേത്തലുള്ളവരും താഴത്തുള്ളവരും ഒക്കെ എൻ്റെ അടുത്താണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വരിക. ഞാനൊരു 6 മണി 7 മണി എന്ന് പറയണ്ട, നോമ്പും തുറന്ന് ഒരു 8 മണിയൊക്കെ ആകുമ്പം കൂട്ടുക. അന്നപ്പോൾക്ക് വീട്ടിൽ നോമ്പ് തുറന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അകവും കൊലായി അടിച്ചു വാരി തുടയ്ക്കണം. അരി വാരി വെച്ചതുണ്ടാവും, അതൊക്കെ കൊണ്ടു കൊടുക്കണം. അതിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് മൈലാഞ്ചി ഇടാൻ ഇരിക്കും. ഇരുന്നിട്ട് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി 11 മണിക്കും 11:30 അതിലേക്ക് അരി വാരി കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീച്ച് വീണ്ടും ഒരു അടിച്ചു വാരി തുടയ്ക്കലൊക്കെ ഉണ്ട്. ഒക്കെ തുടയ്ക്കുമ്പോഴേക്ക് ഉമ്മ നൈസ് പത്തിരിയും ബീഫ് കറിയും ഉണ്ടാക്കിത്തരും. ആ സമയത്തൊക്കെ ഞാൻ ബീഫ് കൂട്ടാറുണ്ട് കേട്ടോ. അപ്പം ബീഫ് കറിയും ഉണ്ടാക്കിത്തരും. അപ്പോൾ ആണുങ്ങൾ വേഗം കുളിച്ച് പള്ളിയിൽ പോവും. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഉമ്മയും ഞാനും താത്തയും എല്ലാവരും കൂടി. താത്തൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് ആ സമയത്ത് കഴിഞ്ഞ് കിട്ടും. പെണ്ണുങ്ങൾക്കായിട്ട് ഏതെങ്കിലും വീട്ടിൽ ഒരുമിച്ച് നിസ്കാരമൊക്കെ ഉണ്ടാവും. അങ്ങനെ നിസ്കരിക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പോകുമ്പോൾ അവിടെ ചെറുപയർ പായസമായിരിക്കും. ഇപ്പുറത്ത് പോകുമ്പം അവിടെ കടലപ്പായസമായിരിക്കും. അപ്പുറത്ത് പോകുമ്പം സേമിയ പായസമായിരിക്കും. അങ്ങനെ നമ്മുടെ വീടിൻ്റെ 4 ചുറ്റിലും എവിടെ പോയാലും പായസവും ബിരിയാണിയോ
നെയ്ച്ചോറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഉം. അപ്പോൾ അന്നും നമുക്ക് എവിടെയും വിലക്കില്ലാലോ, ഏത് വീട്ടിൽ വേണമെങ്കിലും കയറി ചെല്ലാലോ, ഉം. ആരും നമ്മളെ വിലക്കൂലാലോ. ഉമ്മാൻ്റെ അങ്ങ് നിങ്ങളുടെയൊക്കെ വല്യമ്മോൻ്റെ അടുത്ത്, എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ വീട്ടിൽ നിങ്ങൾക്കൊന്നും വിലക്കില്ല. ഈ പെരുന്നാളിൻ്റെയൊക്കെ മുമ്പ് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. ഉം. ആ ഒരു പരിപാടി ഞങ്ങൾക്ക് കിട്ടിയ എങ്ങനെയാണെന്നറിയാമോ? അന്ന് 200 രൂപ ആയിരിക്കും കിട്ടുക, ചിലപ്പോൾ 250 ആയിരിക്കും, താത്തക്കൊക്കെ 500 രൂപയൊക്കെ കിട്ടുക. അപ്പം ഞങ്ങളുടെ നോട്ടിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 10ൻ്റെ പുതിയ നോട്ട് ബാഗിൽ നിന്ന് എടുത്തൊരു ചുളിവ് പോലും ഇല്ലാത്ത 10ൻ്റെ നോട്ട് ഇങ്ങോട്ട് എടുത്ത് കയ്യിൽ തരുമ്പോൾ ഒരു ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത്. പിന്നെ അവിടെ പോകുമ്പം ഉമ്മാൻ്റെ ഫാമിലിയിൽ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ടുള്ള അവിടെ ഉള്ളൊരു ബഹളങ്ങളും കാര്യങ്ങളൊക്കെ. അതേപോലെ താത്തമാരെ കെട്ടിച്ചു വിട്ടാൽ താത്തമാരെ വീട്ടിൽ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പാപ്പാൻ്റെ കൂടെ ഞാനും പോവും. അപ്പോൾ അവിടുന്ന് പെരുന്നാൾ പൈസയൊക്കെ കിട്ടി അവിടെയും ഇതുപോലെ ഫുഡും കാര്യങ്ങളും പായസങ്ങളും അവരെയൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ മാത്രം ഒരു റൂമിലായി പോയപ്പം അതൊക്കെ ഞാൻ അറിയാതെ ഓർത്തു പോയി. ആ ഒരു കാലം മതിയായിരുന്നു. ദൈവം എന്തിനാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്? കല്യാണം കഴിപ്പിച്ച് വിട്ടത് കൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നം വന്നത്. കല്യാണം കഴിപ്പിക്കാതെ വീട്ടിൽ തന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓരോന്നിൻ്റെ പേരിൽ ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു. ശരിക്കും ഞാനൊരു പാവാ. പക്ഷെ അങ്ങനെ ആരും ഇതുവരെ കണക്കാക്കിയിട്ടില്ല. എല്ലാവരും ഞാനൊരു ക്രൂരമായിട്ട് നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പം എൻ്റെ വാപ്പ കുടുംബത്തിലും എൻ്റെ സിസ്റ്ററിൻ്റെയും ഒക്കെ ചില്ലറ ആൾക്കാരുടെ സ്റ്റാറ്റസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം ഒക്കെ വിചാരിക്കും ഞാനൂടി അവിടെ ഉണ്ടാവേണ്ടതല്ലായിരുന്നോ, എന്നെ അയിത്തം കൽപ്പിച്ചത് പോണം ഇങ്ങനെ മാറ്റി നിർത്താൻ മാത്രം. എന്ത് പാവാ കർത്താവേ ഞാൻ ചെയ്തതെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു പോവുക. അതൊരു അവസ്ഥയാണ് മക്കളെ. നമുക്കിങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിൽ. നിൻ്റെ പപ്പക്കുണ്ടല്ലോ 5 ഏട്ടന്മാരും 3 പെങ്ങന്മാരും ഉണ്ട്. അതിൽ ഒരു പെങ്ങക്ക് 7 മക്കളുണ്ട്, ഒരു പെങ്ങക്ക് 3 മക്കൾ, ഒരു പെങ്ങക്ക് 2 മക്കൾ. അതൊരു തല. ഒരേട്ടന് 2 മക്കൾ, വേറൊരേട്ടന് 3 മക്കൾ, പിന്നത്തൊരേട്ടന് 2 മക്കൾ, പിന്നത്തൊരേട്ടന് 2 മക്കൾ. ഇവരാരെങ്കിലും നീ കണ്ടിട്ടുണ്ടോടാ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏറ്റവും മൂത്ത മൂത്താപ്പനെ കാണുന്നില്ല. ഏറ്റവും മൂത്താപ്പനെ കണ്ടു എന്നല്ലാതെ മൂത്താപ്പൻ്റെ മക്കൾ ആരെങ്കിലും നീ അറിയോ? എനിക്ക് വിഷമം തോന്നാറില്ലേ? അപ്പോൾ നല്ലോണമായിരുന്നു നമുക്ക് ഇവരുടെയൊക്കെ വീട്ടിൽ പോയിക്കൂടായിരുന്നു. ഇവരുടെയൊക്കെ കണ്ണിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ്, നമ്മളല്ല ഞാൻ ചെയ്യുന്ന തെറ്റ് കൃഷ്ണനെ വരയ്ക്കുക എന്നുള്ളതാണ്. അത് ഇതിന് മാത്രം വലിയ പാപമാണോ? എല്ലാവരും ഉണ്ടാവേണ്ടതല്ലായിരുന്നു. നമ്മളെ പൂനൂര് മൂത്തമാരെ മക്കളും അളിയന്മാരും എല്ലാവരും കൂടി ആഘോഷിക്കേണ്ട ഒരു പെരുന്നാളല്ലായിരുന്നു. ഇത്ര കാലമായിടാ നമ്മൾ ഓരോരോ റിസോർട്ടിലൊക്കെ. വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ? ഓർത്തിട്ട് ഭയങ്കര വിഷമം. ആരുമില്ലാതെ എല്ലാവരും ഉണ്ടായിട്ട് ആരുമില്ലാതായി പോകുന്നൊരവസ്ഥ. എനിക്ക് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരോട് പറയാം, പാവാടോ ഞാൻ.
പാവ, നിങ്ങളെപ്പോലൊക്കെ തന്നെ ഒരു പാവാണ് ഞാൻ. പക്ഷേ എന്നെ നിങ്ങളെല്ലാവരും കൂടി എന്തോ ക്രൂരയായിട്ട് അങ്ങ് മുദ്ര കുത്തിയതാണ്. ഈ ഒരു പെരുന്നാൾ വന്നപ്പോൾ പഴയതൊക്കെ മനസ്സിലേക്ക് വന്നപ്പോൾ വളരെ വിഷമം തോന്നി. കഴിഞ്ഞ പെരുന്നാൾക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഈ പെരുന്നാൾക്ക് എൻ്റെ കൂടെ ഇല്ലാതായി. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ. ഒന്നും നോക്കണ്ട, എൻ്റെ പെരുന്നാളായിട്ടൊരു പായസം പോലും കുടിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ലടോ. നമുക്കൊരു റോഡ് വന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും. നമുക്കൊരു വീട്ടിൽ പോയിട്ട് അവിടുന്ന് കുടിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലുണ്ടല്ലോ, അതാണ് മക്കളെ ശരിക്കുള്ള പെരുന്നാൾ. അപ്പോൾ എൻ്റെ പെരുന്നാളിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇവിടെ കുന്നുകൂടട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. എല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.